നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട്ട് UDFിന് മിന്നുന്ന കുതിപ്പ്. ചേലക്കര നിലനിർത്തി LDF. പാലക്കാട് നഗരമേഖലയിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുന്നേറ്റം. NDAക്ക് കനത്ത തിരിച്ചടി. ചേലക്കരയിലെ ഇടതുകുതിപ്പിൽ 10,000 പിന്നിട്ട് UR പ്രദീപിന്റെ ഭൂരിപക്ഷം. കുന്നംകുളം പാറേമ്പാടത്ത് വാഹനാപകടത്തിൽ മധ്യവയസ്കയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചിറ്റാറ്റുകര സ്വദേശിനി 52 വയസ്സുള്ള രാജി. KSRTC ബസ് ഇടിച്ച് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ മധ്യവയസ്കയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. മാസങ്ങളോളമായി വേതനം ലഭിക്കാത്തതിനെതിരെ പാലക്കാട്ട് കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം. കളക്ടറേറ്റിന് മുന്നിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ ധർണ. അസംഘടിത തൊഴിൽ മേഖലയായതുകൊണ്ടാണ് സർക്കാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതെന്ന് അസോസിയേഷൻ നേതാക്കൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ UDF മുന്നേറ്റം. BJP ശക്തികേന്ദ്രമായ നഗരമേഖലയിലുൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ കുതിപ്പാണ് നടത്തിയത്. LDFിന് കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാനായില്ല. ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയുണ്ടായിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ NDAക്ക് കനത്ത തിരിച്ചടിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. ചേലക്കരയിൽ ചേലോടെ UR പ്രദീപ്. ചേലക്കര നിലനിർത്തി LDF കുതിപ്പ് മുഴുവൻ ബൂത്തുകളിലും ആധിപത്യം നിലനിർത്തി. UR പ്രദീപിന്റെ മുന്നേറ്റം ആദ്യ തവണ മത്സരിച്ചപ്പോൾ 2016 മണ്ഡലത്തിൽ നേടിയ ഭൂരിപക്ഷം മറികടന്നു. ചേലക്കര മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ CPM പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. ചേലക്കരയിലെ LDF മുന്നേറ്റം മൂന്നാമതും കേരളത്തിൽ ഇടതുഭരണമുണ്ടാകുമെന്നതിന്റെ സൂചനയാണെന്ന് K. രാധാകൃഷ്ണൻ MP. ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നെങ്കിൽ ആദ്യ 4 റൗണ്ടുകളിൽ തന്നെ ആധികാരികമായൊരു ലീഡ് ലഭിക്കില്ലായിരുന്നുവെന്നും K. രാധാകൃഷ്ണൻ MP ചേലക്കരയിൽ പറഞ്ഞു. വലിയ രീതിയിലുള്ള കള്ളപ്രചാരവേലകളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് പിന്നിൽ ലഭിച്ച കണക്കുകളുടെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിന്റെ വിശദാംശങ്ങൾ യാത്രക്കാരിലേക്ക് തത്സമയം എത്തിച്ച് ചേലക്കരയിലെ സ്വകാര്യ ബസ്. ചേലക്കര പൈങ്കുളം പാഞ്ഞാൾ റൂട്ടിലോടുന്ന മിറാക്കിൾ ബസ്സാണ് വാഹനത്തിൽ ഘടിപ്പിച്ച സ്പീക്കറിലൂടെ വോട്ടെണ്ണലിന്റെ വിശദാംശങ്ങൾ യാത്രക്കാരിലേക്ക് തത്സമയം എത്തിച്ചത്. പൈങ്കുളം പാഞ്ഞാൾ വഴി വറവട്ടൂരിലേക്ക് പോകുന്ന മിറാക്കിൾ ബസ്സിലാണ് വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ വിശദാംശങ്ങൾ ബസ്സിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലൗഡ് സ്പീക്കറിലൂടെ യാത്രക്കാരിലേക്ക് കൃത്യമായി എത്തിച്ചു വന്നത്. മൊബൈൽ ഫോണുകൾ വഴി വോട്ടെണ്ണൽ വിവരങ്ങൾ അറിയാൻ സാധിക്കാത്ത മുതിർന്ന ആളുകൾക്കും ബസ്സിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനം ഏറെ ഗുണകരമായി. ബസ്സിൽ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള സംവിധാനം ഒരുക്കിയതിൽ ജനങ്ങളിൽ നിന്ന് നല്ല സ്വീകരണമാണ് ലഭിച്ചതെന്ന് കണ്ടക്ടർ നിഖിലും ഡ്രൈവർ സുരേഷും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളം പാറേമ്പാടത്ത് വാഹനാപകടത്തിൽ മധ്യവയസ്കയ്ക്ക് ദാരുണാന്ത്യം. KSRTC ബസ് സ്കൂട്ടറിൽ ഇടിച്ച് റോഡിൽ വീണ ഇവരുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. ചിറ്റാറ്റുകര സ്വദേശിനി 52 വയസ്സുള്ള രാജിയാണ് അപകടത്തിൽ മരിച്ചത്. KSRTC ബസ് സ്കൂട്ടറിൽ ഇടിച്ച് റോഡിൽ തെറിച്ചു വീണ രാജിയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സാണ് ഇവരെ ഇടിച്ചത്. സംഭവം നടന്ന ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാസങ്ങളായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. KSWA സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജോബി ജോസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളുടെ അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത KSWA സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജോബി ജോസ് പറഞ്ഞു. അസംഘടിത തൊഴിൽ മേഖലയായതിനാലാണ് സർക്കാർ ചൂഷണം ചെയ്യുന്നത്. വേതനവും ആനുകൂല്യങ്ങളും നൽകിയില്ലെങ്കിൽ പണിയെടുക്കാൻ ആളെ കിട്ടില്ലെന്നും സുജോബി ജോസ് പറഞ്ഞു. പാർട്ടികൾ പിരിവെടുക്കുന്നതല്ലാതെ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് യാതൊരു വക അവകാശങ്ങളും കിട്ടാത്തതുകൊണ്ട് ഇനി മുതൽ സ്കൂൾ പാചക തൊഴിലാളികൾ ഒരു കൊടി കീഴിൽ ഒരു ശബ്ദമായി ഒറ്റ ഐക്യത്തിന്റെ പേരിൽ കേരളത്തിൽ മുന്നേറാൻ വേണ്ടിയുള്ള
ആരംഭമാണ് ഈ ധർണകളിലൂടെ നമ്മളെ മുന്നോട്ട് വെക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ജന്നത്ത് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ബി ലക്ഷ്മി ദേവി, ടി ഓമന, ശാന്താചന്ദ്രൻ, പി കെ ബിന്ദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. NCC ദിനാഘോഷത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ IPT ആൻഡ് GPT കോളേജിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, വിദ്യാർത്ഥികൾ, സ്റ്റാഫുകൾ തുടങ്ങി 50ഓളം പേർ രക്തം ദാനം ചെയ്തു. പ്രിൻസിപ്പൽ ആശാജി നായർ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേറ്റ് NCC ഓഫീസർ മേജർ ഷറഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രി ബ്ലഡ് ബാങ്ക് കോർഡിനേറ്റർ ഡോക്ടർ വിജു വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. ഷൊർണൂർ SN കോളേജ് ANO ലഫ്റ്റനന്റ് ഡോക്ടർ അനീഷ് രാജപ്പൻ, ഒറ്റപ്പാലം NCC 28 കേരള ബറ്റാലിയൻ സുബേദാർ മേജർ S പ്രകാശം, NSS പ്രോഗ്രാം ഓഫീസർ അരുൺ, സീനിയർ സൂപ്രണ്ട് അനൂപ, സ്റ്റുഡൻസ് യൂണിയൻ പ്രതിനിധി അമാന, NSS വോളണ്ടിയർ സെക്രട്ടറി KP വിഷ്ണു എന്നിവർ സംസാരിച്ചു. நம்ம NCC டேக்கு உபலட்சத்தில் ஒருதலுக்கு ஒரு ஜீவன் அது சோசியல் ஆக்டிவிட்டியில் மற்றவங்களுக்கு செய்கிறது தான் இந்த பிளட் டொனேஷன் தான் படி இம்பார்ட்டன்ஸு. NCC கேடட்ஸ் ஒரு பிரியப்பட்டு செய்கிற இது மற்றவங்களுக்கு ஒரு ஜீவன் கொடுக்கறது மாதிரி. பிளட்டு யாருக்கும் கொடுக்குறதுனா மற்றவங்களுக்கு ஒரு ஜீவன் கொடுக்குற மாதிரி. அந்த இது ரொம்ப സന്തോഷം. അണ്ടർ ഓഫീസർ ആർദ്ര പ്രസാദ് നന്ദി പറഞ്ഞു. NCC യൂണിറ്റ് അണ്ടർ ഓഫീസർമാരായ അബ്ദുൽ ഹസീബ്, കെ അഭിനന്ദ്, പ്രണവ്, ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. NCC ദിനാഘോഷത്തിന്റെ ഭാഗമായി കോളേജ് അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. NCC ദിന റാലിയും സംഘടിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാനതല ഭിന്നശേഷി പുരസ്കാരം KS കൊച്ചുനാരായണിക്ക്. മങ്കര പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന വേളയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് കൊച്ചുനാരായണിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. സംസ്ഥാന ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഡിസംബർ 3 തൃശൂരിൽ നടക്കുന്ന പരിപാടിയിൽ 25,000 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങുന്ന പുരസ്കാരം കൊച്ചുനാരായണിക്ക് സമ്മാനിക്കും. 65% ലോക്കോമോട്ടർ ഭിന്നശേഷിയുള്ള കൊച്ചുനാരായണി 2ാം വയസ്സിൽ പോളിയോ ബാധിച്ച് വലതുകാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. പറളി, മങ്കര ഗ്രാമപഞ്ചായത്തുകളിൽ 100% നികുതി പിരിവ് സാക്ഷാത്കരിച്ചതിന് അംഗീകാരം നേടിയിരുന്നു. മങ്കരയെ പാലക്കാട് ജില്ലയിലെ ISO സർട്ടിഫിക്കേഷനുള്ള ആദ്യ ഗ്രാമപഞ്ചായത്താക്കുന്നതിലും രാജ്യത്തെ ആദ്യ എയ്ഡ്സ് സാക്ഷരതാ പഞ്ചായത്താക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കു വേണ്ടി തെറാപ്പി സെന്റർ, പകൽവീട് എന്നിവ നിർമ്മിക്കുന്നതിനും തുടക്കം കുറിച്ചിരുന്നു. നിലവിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്തു വരികയാണ്. പറളി തേനൂർ പാറയ്ക്കൽ അനിരുദ്ധ് വീട്ടിൽ ഹരിഗോവിന്ദനാണ് ഭർത്താവ്. മകൻ അനിരുദ്ധൻ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. CPIM ഒറ്റപ്പാലം ഏരിയ സമ്മേളനം നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ പാലപ്പുറത്ത് നടക്കും. 30 രാവിലെ ലക്ഷ്മിനാരായണ കോളേജിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S അജയകുമാർ, V ചന്താമരാക്ഷൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ഹംസ, MR മുരളി തുടങ്ങിയവർ പങ്കെടുക്കും. ഡിസംബർ 1 നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. ചിനക്കത്തൂർക്കാവ് മൈതാനിയിലെ T ശിവദാസ മേനോൻ നഗറിലാണ് പൊതുസമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും ഉണ്ടാകും. പ്രകടനം NSS കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിക്കും. പൊതുസമ്മേളനത്തിന് ശേഷം ഭവിൻ വിനോദ്, ബൽറാം, അനുശ്രീ എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയുമുണ്ടാകും. ഏരിയയിലെ 263 ബ്രാഞ്ച് സമ്മേളനവും 13 ലോക്കൽ സമ്മേളനവും പൂർത്തിയാക്കി. ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 150 പ്രതിനിധികളും 22 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 172 പ്രതിനിധികളാണ് ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുക. 29 ഈസ്റ്റ് ഒറ്റപ്പാലത്തെ P കോയുണ്ണി ചത്തുരത്തിൽ നിന്ന് പതാക ജാഥയും പാലപ്പുറം NSS കോളേജ് പരിസരത്തെ P കുഞ്ഞൻ ചത്തുരത്തിൽ നിന്ന് കൊടിമര ജാഥയും ആരംഭിക്കും. ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്ക് വെള്ളിയാഴ്ച തുടക്കം കുറിച്ചു കഴിഞ്ഞു. DYFI നേതൃത്വത്തിൽ 16 ടീമുകൾ പങ്കെടുക്കുന്ന ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ ചിനക്കത്തൂർക്കാവ് മൈതാനിയിൽ നടത്തുന്നുണ്ട്. 23 പാലപ്പുറം ലക്ഷ്മിനാരായണ കോളേജിൽ
ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ കഥാരചന, കവിതാരചന, ചിത്രരചന, ചരിത്ര ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കും. 24-ന് പാലപ്പുറം AJB സ്കൂളിൽ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി, വടംവലി, ഡാൻസ് ഉൾപ്പെടെ കലാപരിപാടികൾ നടത്തും. 26-ന് വൈകുന്നേരം 6 മണിക്ക് ചിനക്കത്തൂർക്കാവ് മൈതാനിയിൽ ശ്രീജ പ്രകാശ്, രമ്യ കൃഷ്ണ എന്നിവർ ചേർന്ന് മുരുകൻ കാട്ടാക്കടയുടെ കവിതാ നൃത്താവിഷ്കാരം അവതരിപ്പിക്കും. തുടർന്ന് നവോത്ഥാന കേരളത്തിന്റെ സാംസ്കാരിക പരിസരം എന്ന വിഷയത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തും. 27-ന് വൈകിട്ട് 6 മണിക്ക് ചിനക്കത്തൂർക്കാവ് മൈതാനത്ത് വിവിധ കലാരൂപങ്ങളിൽ പ്രാവീണ്യം നേടിയ കലാകാരന്മാരെ ആദരിക്കും. കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അനങ്ങന്മല കൂട്ടായ്മയുടെ നാടൻപാട്ട് അരങ്ങേറും. 27-ന് വൈകുന്നേരം 5 മണിക്ക് ലക്കിടിപേരൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സെമിനാർ സംഘടിപ്പിക്കും. KN കുഞ്ഞഹമ്മദ് വിഷയം അവതരിപ്പിക്കും. 28-ന് വൈകുന്നേരം 6 മണിക്ക് ചിനക്കത്തൂർക്കാവ് മൈതാനിയിൽ വിശ്വാസവും വർഗീയതയും എന്ന വിഷയത്തിൽ സ്വാമി സന്ദീപാനന്ദഗിരി സംസാരിക്കും. തുടർന്ന് അലോഷ്യയുടെ ഗസൽ ഉണ്ടാകും. ഒറ്റപ്പാലം ഏരിയ സമ്മേളനം നവംബർ മാസം 30, ഡിസംബർ 1 തീയതികളിലായിട്ട് പാലപ്പുറത്ത് വെച്ച് നടത്താനാണ് പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനിച്ചത്. 30-ാം തീയതി രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. 1-ാം തീയതി ഉച്ചയോടുകൂടി പ്രതിനിധി സമ്മേളനം അവസാനിക്കും. പൊതുസമ്മേളനത്തിന്റെ മുന്നോടിയായി നമ്മുടെ ഒറ്റപ്പാലം NSS കോളേജിന്റെ പരിസരത്ത് നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കും. ഏതാണ്ട് 10,000-കണക്കിന് ആളുകളെ അണിനിർത്തിക്കൊണ്ടുള്ള പ്രകടനം പൊതുസമ്മേളനം നടത്താനാണ് തീരുമാനിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ S കൃഷ്ണദാസ്, കൺവീനർ K രാജേഷ്, CPM പാലപ്പുറം ലോക്കൽ സെക്രട്ടറി C മാധവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷണ്ണൂർ പ്രഭാതം കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 18ാമത് ഭരത് ബാലൻ കെ നായർ നാടകോത്സവത്തിന് ഇന്ന് തിരിതെളിയും. ഷണ്ണൂർ ഗേവിയർ ഹൈസ്കൂളിൽ സജ്ജീകരിച്ച വേദിയിൽ 10ഓളം പ്രൊഫഷണൽ നാടകങ്ങളാണ് അരങ്ങിലെത്തുക. ഉദ്ഘാടന ചടങ്ങിൽ പ്രഥമ ബാൽസൻ ഷൊർണൂർ പുരസ്കാരം അഭിനേത്രി കുളപ്പുള്ളി ലീലയ്ക്ക് സമർപ്പിക്കും. നാടകോത്സവം ഡിസംബർ 2-ന് സമാപിക്കും. 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 25-ന് ശ്രീകൃഷ്ണപുരത്ത് ആരംഭിക്കും. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലും സമീപ വിദ്യാലയങ്ങളിലുമായി നടക്കുന്ന കലോത്സവത്തിൽ 5 ദിവസങ്ങളിലായി 10,000-ഓളം പ്രതിഭകൾ മത്സരിക്കുമെന്ന് ജനറൽ കൺവീനർ TDE P സുനിജ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ആദ്യമായി ഇത്തവണ ഗോത്ര കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടും. ഗോത്രകലയിൽ 5 ഇനങ്ങളാണ് മത്സരത്തിനായുള്ളത്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി, സമീപ വിദ്യാലയങ്ങൾ, ബാപ്പുജി പാർക്ക്, കമ്മ്യൂണിറ്റി ഹാൾ, സംഗീതശില്പം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലെ 17 വേദികളാണ് കലാമത്സരങ്ങൾക്ക് സാക്ഷിയാകുക. മാനുവൽ പ്രകാരം കലോത്സവം നടത്തുന്നതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് DDE P സുനിജ അറിയിച്ചു. വിധി നിർണയം കുറ്റമറ്റതാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് തുടങ്ങിയവയുടെ സഹായവും കലോത്സവ നടത്തിപ്പിനുണ്ടാവുമെന്നും DDE പറഞ്ഞു. ഈ മത്സരത്തിൽ തന്നെ നമ്മുടെ മറ്റ് വകുപ്പുകളുടെ സേവനം, പോലീസ്, അതേപോലെ ഹെൽത്ത്, അങ്ങനെയുള്ള വിവിധ വകുപ്പുകളുടെ സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ നമ്മൾ കൃത്യമായിട്ട് അത് ലഭിക്കുമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും സാധാരണ ഉണ്ടാകാറുള്ളത് പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ചിട്ടയോടുകൂടി നടത്തുന്ന പരിപാടിയെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് നമുക്കറിയാം, നമ്മുടെ മാനുവലിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കൃത്യമായ അച്ചടക്ക നടപടി എടുക്കുന്നതായിരിക്കും. സബ് കമ്മിറ്റി കൺവീനർമാരായ MN വിനോദ്, ഷാജി S തക്കേതിൽ, സാദത്ത് ഷമിൽ, സിദ്ദിഖ് പാറേക്കാടൻ, KM ശ്രീധരൻ, N സതീഷ് മോൻ, രണദിവെ, NP പ്രിയേഷ്, നോഡൽ ഓഫീസർ ത്രിദീപ് കുമാർ ദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട്ട് UDFന് മിന്നുന്ന കുതിപ്പ്, ചേലക്കര നിലനിർത്തി LDF. പാലക്കാട് നഗരമേഖലയിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുന്നേറ്റം. NDAക്ക് കനത്ത തിരിച്ചടി. ചേലക്കരയിലെ ഇടതുകുതിപ്പിൽ 10,000 പിന്നിട്ട് UR പ്രദീപിന്റെ ഭൂരിപക്ഷം. കുന്നംകുളം പാറേമ്പാടത്ത് വാഹനാപകടത്തിൽ മധ്യവയസ്കയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചിറ്റാറ്റുകര സ്വദേശിനി 52 വയസ്സുള്ള രാജി. KSRTC ബസ് ഇടിച്ച് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ മധ്യവയസ്കയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. മാസങ്ങളോളമായി വേതനം ലഭിക്കാത്തതിനെതിരെ പാലക്കാട്ട് കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം. കളക്ടറേറ്റിന് മുന്നിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ ധർണ. അസംഘടിത തൊഴിൽ മേഖലയായതുകൊണ്ടാണ് സർക്കാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതെന്ന് അസോസിയേഷൻ നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.